ഈ തിയോ എന്ന ചെറുപ്പക്കാരന് ചില കഴിവുകളോ അല്ലെങ്കിൽ ചില പ്രത്യേകതകളോ ഉണ്ട്. അത് പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടറിന് എങ്ങനെ വേണമെങ്കിലും വായിച്ചെടുക്കാൻ കഴിയുന്ന ചില ബന്ധങ്ങൾ ചിലരുമായിട്ടുണ്ട്. ആ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരോ എന്നൊക്കെ മരിച്ചവരോ ഒക്കെ ആകാം. ഒരു രീതിയിൽ ഏജ്ഡായി കഴിഞ്ഞാൽ പിന്നെ ഈ ചെറുപ്പത്തിലോട്ട് പോകാൻ പറ്റില്ല. ഇന്ന് എനിക്കൊരു കോളേജ് സ്റ്റുഡന്റ് ആവാൻ പറ്റുമോ? പ്രേക്ഷകരെന്നെ കൈകാര്യം ചെയ്യും. അപ്പൊ അതുകൊണ്ട് കോളേജ് സ്റ്റുഡന്റിന്റെ ഒക്കെ ഗുഡ് ബൈ, അത് വിട്ട് കഴിഞ്ഞു. അന്ന് പരമാവധി ചെയ്യാവുന്ന ഹിറ്റ്ലറിൽ സുന്ദരിമാരെ കെട്ടിപ്പൂട്ടിയ ഭൂതത്താനെ കോളേജ് സ്റ്റുഡന്റ് ആയിട്ടല്ലേ ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ വീണതാ ഹിറ്റ്ലറിൽ, ശരിക്കും സൈക്കിളിൽ ബാലൻസ് ചെയ്ത് വീണതാ. ഞാൻ ഈ കഥ പറയണമെന്ന് പറഞ്ഞ ആളോട് പറഞ്ഞു, ഞാൻ അതിനുള്ള വേദി ഒരുക്കി തരാം, പക്ഷെ അത് നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഞാൻ പറയില്ല. അത് മാത്യുവിന്റെ സ്വാതന്ത്ര്യമാണ്, മാത്യു ആണ് അതിന്റെ ഹീറോ. അപ്പൊ അത് മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു. മാത്യുവിനെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടില്ല. നേരെ പക്ഷെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ മാത്യുവിന് എന്തായിരിക്കും പറയേണ്ടി വരുന്നത് എനിക്കറിയാം. ചേട്ടാ അത് കുഴപ്പമില്ല, പക്ഷെ നല്ലതാണ്, പക്ഷെ അത് കുഴപ്പമില്ല, പക്ഷെ നല്ലതാണ്, പക്ഷെ പിന്നെന്താ പക്ഷെ അത് ചേട്ടാ ഇവിടെ ഉണ്ട്. Inji, my meal partner. Hi, hello and welcome to Milestone Makers presents Talk of the Town. This is Alin Shah and we have with us team Sugamano. Sugamano, ellarkum. Okay. Sugane. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമാണോ ഏറ്റവും പുതിയ വിശേഷം. ഈ സുഖമാണോ എന്ന് നമ്മുടെ ടൈറ്റിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സുഖമാണ്. ഓക്കെ, ഇത് നമ്മളെല്ലാവരും കുറെ നാളിന് ശേഷം ഒരാളെ കാണുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ്, സുഖമാണോ എന്നുള്ളത്, എന്തിന്റെ പരിപാടി എന്നുള്ളത്. ഓക്കെ, എന്താണ് ഈ ഒരു ടൈറ്റിലിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത്? അതായത് നമ്മൾ ഒരാൾ ആദ്യം കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് സുഖമാണോ എന്നുള്ളത്. അതെ. പക്ഷെ ഇവരുടെ കഥാപാത്രങ്ങൾ, ഇത് ജഗദീഷേണ്ടത് ഐപ്പന്നാണ് പേര്, മാത്യുവിൻ്റെത് തിയോ, ദേവിയുടേത് ചാരു എന്നാണ്. ഇവരുടെ ലൈഫിൽ അങ്ങനെ ചോദിക്കാൻ ആൾക്കാരുണ്ടായിട്ടില്ല. അപ്പോ അവര് കണ്ടെത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മുടെ സെക്കൻഡ് ഹാഫ് ആണ് ആക്ച്വലി സുഖമാണ്. ഇതിന്റെ ഒരു ആർക്ക് പോലെയാണ് ഈ പേര് കിടക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഈ ടൈറ്റിലേക്ക് നമ്മൾ എത്തിയത്. ഓക്കെ, ഇപ്പൊ മേക്ക് സെൻസ്. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ ആക്ച്വലി മനസ്സിലാവില്ല എന്താണ് ഈ പടം നമുക്കുള്ളിൽ ഉള്ളത് എന്നുള്ളത്. ചില ട്രെയിലേഴ്സ് കാണുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇത് എന്താ സംഭവം മനസ്സിലാവുന്നില്ല. ജഗദീഷന്റെ എങ്ങനെയാണ് ഈ പടത്തിന്റെ ഒരു പാട്ടാവുന്നത്? അല്ല, അരുൺ ഇതിന്റെ കഥ എന്നോട് വന്ന് നെറേറ്റ് ചെയ്തു. എൻ്റെ വീട്ടിലാണ് വന്നത്. ഒറ്റയടിക്ക് തന്നെ ഇതിന്റെ കഥ നല്ല ഫ്ലോയിൽ തന്നെ, ലാപ്ടോപ്പൊന്നും നോക്കാതെ സ്ക്രിപ്റ്റ് ഒന്നും വായിക്കാതെ കഥ. അപ്പം അരുണിൻ്റെ മനസ്സിൽ നന്നായിട്ട് തന്നെ ആ കഥ പതിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഡിഫറൻസ് ആണല്ലോ. ഇതിനകത്തുള്ള ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറയാൻ തുടങ്ങിയ അരുൺ ഇടപെടും. കാരണം ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, എന്നാൽ പോലും ഞാൻ അരുണിൻ്റെ പെർമിഷനോടുകൂടി പറയാം. ഇതിനകത്ത് ഈ തിയോ എന്ന ചെറുപ്പക്കാരന് ചില കഴിവുകളോ അല്ലെങ്കിൽ ചില പ്രത്യേകതകളോ ഉണ്ട്. അത് പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ എങ്ങനെ വേണമെങ്കിലും വായിച്ചെടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടറിന് എങ്ങനെ വേണമെങ്കിലും വായിച്ചെടുക്കാൻ കഴിയുന്ന ചില ബന്ധങ്ങൾ ചിലരുമായിട്ടുണ്ട്. ആ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരോ എന്നൊക്കെ മരിച്ചവരോ ഒക്കെ ആകാം. അത് ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം. ചിലപ്പോൾ ചിലർക്കൊക്കെ അങ്ങനെ ചില ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ സാറ് സ്വന്തം ഭാര്യയുമായിട്ട് ഈ പറയുന്ന പോലെ സംസാരിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം മൺമറഞ്ഞതിന് ശേഷം ഭാര്യയായിട്ട് അദ്ദേഹം ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് ഇത് വേണമെങ്കിൽ ഒരു നമ്മുടെ മനസ്സിന്റെ തോന്നലായിട്ട് എൻ്റെ ക്യാരക്ടറിന്റെ മനസ്സിന്റെ തോന്നലാവും. അതല്ലെങ്കിൽ മാത്യുവിന്റെ ക്യാരക്ടറിനെ വാദിക്കാം, അല്ല ഇത് മനസ്സിന്റെ തോന്നലൊന്നുമല്ല, എനിക്ക് ഐ ഹാവ് ഗോട്ട് ദിസ് എക്സ്പീരിയൻസ് എന്ന് പറയാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ജോണറിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എൻ്റർടൈനിങ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. അതാണ് അരുൺ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്ക് കഥ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. വെറുതെ അങ്ങനെ ഒരു ഗവേഷണമോ ഒരു അന്വേഷണമോ ഒന്നുമല്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിൻ്റെ സീൻസ് ഇൻട്രസ്റ്റിംഗ് ആവണം എന്ന് അരുണിന് നിർബന്ധമുള്ളത് പോലെ എനിക്ക് തോന്നി. അത് നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ
ഏറെക്കുറെ കൺവിൻസ്ഡ് ആയി. ഓക്കെ അപ്പൊ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് എന്റർടൈനിങ് ഫിലിമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു. അതാണ്. ഓക്കെ സൂപ്പർ. മാത്യു, ഇപ്പോൾ ട്രെയിലർ കാണുമ്പോൾ താങ്കളുടെ ക്യാരക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ കണ്ടത് എനിക്ക് തോന്നിയതാണോ എന്ന് പറയുമ്പോഴത്തേനും മറ്റുള്ളവരെ ഇല്ല ഞാനും കണ്ടതാ എന്ന് പറയുന്നുണ്ട്. ഇതിലെന്തെങ്കിലും ഒരു സൂപ്പർ നാച്ചുറൽ ഒരു എലമെന്റ് വരുന്നുണ്ടോ? അതിപ്പോ ജയശൻ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ അത് എങ്ങനെ വേണമെങ്കിലും ഓഡിയൻസിന് എടുക്കാം. ഓക്കെ ആക്ച്വലി ജഗദീഷേട്ടന്റെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലൂടെ പോണത്, ഇത് ഞാനിത് എങ്ങനെ ഇത് ചെയ്യും എന്നുള്ള രീതിയിൽ. പക്ഷെ എന്നാലും അവന്റെ കൂടെ നിൽക്കുകയും എന്നുള്ള അങ്ങനത്തെ ഒക്കെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോ ഇത് കാണുന്നവർക്ക് തീരുമാനിക്കാം ഇത് ഏതൊരു പെർസ്പെക്റ്റീവിൽ എടുക്കണമെന്ന്. അത് ചിലപ്പോ ഒരു 3 പേര് ഒരുമിച്ച് പോയി സിനിമ കാണുന്നെങ്കിൽ 3 പേർക്കും ഒരേപോലെ ആവണമെന്നില്ല. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവാം. അപ്പോ കൂടുതൽ അല്ല, ഇതില് ആത്മബന്ധത്തിന്റെ കഥയാണ്. ഇമോഷണലാണ്. നല്ല വാക്കാണ്. ആത്മബന്ധത്തിന്റെ കഥ. ഈ ആത്മബന്ധത്തിന്റെ നിർവചനം പ്രേക്ഷകര് കണ്ടുപിടിക്കാം. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. ഈ ഓക്കെ ഫൈൻ ആത്മബന്ധം. ഓക്കെ ദേവിക, ടെൽ മീ അബൌട്ട് യുവർ ക്യാരക്ടർ. ട്രെയിലർ കാണുമ്പോൾ തന്നെ ഐ ഫീൽ ലൈക്ക് കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. കുറച്ച് അൺകൺവെൻഷണൽ ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. സ്വന്തം മരണം കവർ ചെയ്യുക. ട്രെയിലറിൽ വന്നത് ഞാൻ കൂടുതൽ അറിയില്ല. കുറച്ച് ഇപ്പം പ്രൈമറിലി ഇവർ പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ മനസ്സിൽ കൂടെ എന്താ കടന്നു പോണേന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഓരോരുത്തർ എന്താണ് ചിന്തിക്കുന്നത്, അവരെ ആക്ഷൻസിന്റെ മോട്ടീവ്സ് എന്താ, അതൊക്കെ നമുക്ക് ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എന്താന്ന് വെച്ചാൽ അത്രയും എംപത്തി ഉണ്ടായി അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ആലോചിച്ചാലാണ് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള. അപ്പോൾ പ്രൈമറിലി അതാണ്, ഭയങ്കര അൺകൺവെൻഷണൽ മോട്ടീവ്സ് ഉള്ള ഒരു കുട്ടിയാണ്. ഓക്കെ ഓക്കെ. ഈ സ്റ്റോറി ഇല്ലേ, ഇപ്പം എല്ലാ സ്റ്റോറിയും ജനിക്കുന്നത് എന്തെങ്കിലും ഒരു റീസൺ കാരണമായിരിക്കും. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന ഒരു കാര്യമായിരിക്കാം, നമുക്ക് എന്തെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടൊരു ഇൻസിഡന്റ് ആയിരിക്കാം. എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ഒരു ഇനിഷ്യൽ തോട്ട് വരുന്നത്? എനിക്ക് തോന്നുന്നു ഞാനൊരു ഷോർട്ട് സ്റ്റോറി അല്ലേ MT സാറിന്റെ ഈ ഏതോ ഒരു ഈ എന്താ പറയാ കുറച്ച് ബുക്കുകളെ പറ്റിയുള്ള വിശകലനം അങ്ങനെ എന്തോ ഒരു ഇതിലാണ് എനിക്ക് ആക്ച്വലി എൻ്റെ ഒരു എലമെന്റ് കിട്ടുന്നത്. പക്ഷെ ഞാൻ അത്ര വലിയ എനിക്ക് അന്നത് എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു ഇതുണ്ടായില്ല. പക്ഷെ ഒരു പോയിന്റിൽ ലോൺലിനെസ് എന്ന് പറഞ്ഞ ടോപ്പിക് അതിനകത്തോട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ഓക്കെ. അപ്പോൾ എനിക്ക് ആക്ച്വലി തോന്നി ഇത് കുറച്ചും കൂടെ രസമായിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഇതൊരു ഡ്രൈ ആവും എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ഫൺ പരിപാടിയിൽ കയറിയാൽ ഇത് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ വളരെ എന്റർടൈൻമെന്റ് ഒരു വേയില് നമ്മൾ പറയുന്ന ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം തന്നെയാണല്ലേ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ ലോൺലിനെസ് ഡിപ്രഷൻ ഒക്കെ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയം എല്ലാവർക്കും ഉണ്ട്. അതെ, അപ്പോൾ റിലവന്റ് ആയിട്ടൊരു 100%. അതെ അതെ അതെ. നമ്മളൊരു എന്താ പറയാ, നമുക്ക് ആക്ച്വലി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം അച്ഛനായാലും അമ്മയായാലും എല്ലാം നമ്മൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അവരൊക്കെ നമുക്ക് അറിയില്ല. ചിലപ്പം ചിലവരെ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോഴാണ് വാല്യൂ മനസ്സിലാവുന്നത്. എക്സാക്ട്ലി. അപ്പോൾ നമുക്കിപ്പോൾ അറിയില്ല അവർ കൂടെ ഉള്ളപ്പോൾ. ഇപ്പം നമ്മൾ ചിലപ്പോൾ അമ്മയുടെ കോൾ വരുമ്പോഴോ അച്ഛൻ്റെ കോൾ വരുമ്പോഴോ നമ്മൾ ഓക്കെ കുറച്ച് വിളിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട് വിളിക്കുമ്പോഴോ. പക്ഷെ അതില്ല എന്നുള്ളൊരു ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാല്യൂബിളാണ്. അതെനിക്ക് ആക്ച്വലി എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു സാധനമുണ്ട്. എൻ്റെ ചേട്ടനൊരു ഇൻ്റർവ്യൂവിൽ ഒരിക്കൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അമ്മയെ പറ്റി എവിടെയോ ഇത് പ്രോഗ്രാം അവതരിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ അമ്മ ചോദിക്കും, അപ്പോൾ ചേട്ടൻ അതുകൊണ്ട് അത് കണ്ടിട്ടുണ്ടോ അവസാനം? ഞാനത് എപ്പോഴും എൻ്റെ അമ്മയോട് നിൽക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാര്യം അമ്മ എന്നോട് ചോദിക്കടാ അടുത്ത പ്രോജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ എന്തായി സംഭവം അത് അമ്മ ഭയങ്കര സിനിമ ഇഷ്ടമുള്ള ഒരാളാണ്. അമ്മ സ്ക്രിപ്റ്റൊക്കെ വായിച്ചിട്ടുണ്ട്. ഞാനത് ഈ ഒരു ഒറ്റ ഇതുകൊണ്ട് ഞാൻ അമ്മയുടെ ചെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. കാര്യം അതൊരു നമുക്കറിയില്ല. അത് ഇവരെ പോലുള്ള ഈ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ പറയുമ്പോൾ നമ്മൾ ലൈഫിൽ ഇതൊക്കെ പഠിക്കണം. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് ഇപ്പോൾ ധ്യാനെ ഞാൻ ലൈഫിൽ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ സാറ് ഭരിച്ചപ്പോൾ ധ്യാനം അവിടെ നിന്ന് കരഞ്ഞൊരിതുണ്ട്. ഈ ആൺമക്കൾ എന്ന് പറഞ്ഞ സാധനം എന്താ പറയുക, നമ്മൾ അപ്പന്മാർ ലൈഫിൽ നിന്ന് പോയി കഴിയുമ്പോഴാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ ആവണം. നമുക്ക് ഇവരായിട്ടുള്ള ഫിസിക്കൽ എന്ന് പറയുന്ന സാധനം കുറവാണ്. തോളി കൈയിടുക, അമ്മയെടുത്തതൊക്കെ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ബന്ധങ്ങൾ കൂടുതലുള്ളപ്പോൾ നമുക്ക് അറിയത്തില്ല. ഇതൊക്കെ പോകുമ്പോഴാണ്. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയ 3 കഥാപാത്രങ്ങളാണ് തിയോ, ചാരു, ഐപ്പ്. ഓക്കെ. നമ്മൾ ആഗ്രഹിച്ചിരുന്ന ജഗദീഷ് ഏട്ടന്റെ പല തലങ്ങളിലുള്ള അഭിനയം, അല്ലെങ്കിൽ പല തലങ്ങളിലുള്ള ചെയ്യേണ്ട ഒരു പെർഫോമൻസസ് നമുക്ക് ഈ ഇടയ്ക്കായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫാൽമി പോലെയുള്ള മൂവീസും ഒക്കെ നല്ല ക്യാരക്ടർ റോൾസ് കിട്ടുന്നുണ്ട്. മാർക്കോലൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റോൾസ് ഇപ്പോൾ ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ. സോ ഈ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ചേട്ടൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തിരുന്നു ആൻഡ് ഇപ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു? കാരണം ചേട്ടന്റെ ഉള്ളിലെ കലാകാരനെ ഇപ്പൊ പല രീതിയിൽ ആൾക്കാർ യൂസ് ചെയ്യാൻ റെഡിയാണെന്നുള്ളതാണ്. ഇത് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഫേസ് തന്നെയാണ്. കാരണം ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏതെങ്കിലും ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് റോൾസിൽ തളച്ചിടപ്പെടുക എന്ന് പറയുന്നത് അത് അയാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെങ്കിലും ആവർത്തന വിരസത വരും.
കോമഡി തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരല്ലേ. അപ്പോൾ അതിനനുസരിച്ച് എന്ത് വെറൈറ്റി എന്ത് ഗിഫ്റ്റഡ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിരുന്നാലും അവിടെയൊക്കെ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്, എക്സ്പ്രഷൻസോ ഡയലോഗ് ഡെലിവറി രീതിയൊക്കെ. അപ്പോൾ വെറൈറ്റി ഉള്ള റോൾസ്, ഇപ്പോൾ ഒരെണ്ണത്തിൽ ഹ്യൂമർ, ഒരെണ്ണത്തിൽ സീരിയസ്, ഒരെണ്ണത്തിൽ ഇമോഷൻ, സെൻറ്റിമെൻറ്റ്സ്, ആക്ഷൻ, പക്ക നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ് മാറി മാറി വരുമ്പോൾ ഒന്ന് ചെയ്യാനുള്ളൊരു സുഖമുണ്ട്. രണ്ട്, അതിനനുസരിച്ചൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുമ്പോൾ ഒന്നുകൂടെ നമുക്ക് കോൺഫിഡൻസ് കൂടും. ഇവിടെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്നും വളരെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഐപ്പിലൂടെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ സന്തോഷമുണ്ട്. ഈ ഐപ്പിൻ്റെ റോള് തന്നെയല്ലേ മറ്റേ പ്രീവിയസ് പടത്തിൽ എന്നാരും ചോദിക്കില്ല. എൻ്റെ ക്യാരക്ടറിൻ്റെ പശ്ചാത്തലം, എൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ അപ്രോച്ച് എല്ലാം തന്നെ എനിക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതൊന്നും തന്നെ വേറെ സിനിമയിൽ ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സുമായിട്ട് ബന്ധമില്ല. അപ്പോൾ അവിടെ നമുക്ക് സേഫായി. അപ്പം എനിക്ക് പെർഫോം ചെയ്യാൻ ഞാൻ റിപ്പീറ്റ് ചെയ്തു, എന്നെ തന്നെ റിപ്പീറ്റ് ചെയ്തു എന്ന് പ്രേക്ഷകർ പറയാൻ സാധ്യതയുള്ള എലിമെന്റ്സ് ഇല്ല. അവിടെ ഞാൻ കുറച്ചുകൂടെ സേഫായി. അത് എന്നെ സേഫ് ആക്കുകയാണ് സംവിധായകനും റൈറ്ററും കൂടെ. അല്ലെങ്കിൽ പറ്റില്ല. സംവിധായകൻ പ്രീവിയസ് ഇപ്പം ഫാലിമിയുടെ അതേ ക്യാരക്ടർ വീണ്ടും തന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ പറയും ഇത് ഫാലിമിയുടെ ആ ടൈപ്പാണ്. അപ്പോൾ ഒരു അച്ഛൻ എൻ്റെ പ്രായത്തിനനുസരിച്ച് കിട്ടാൻ സാധ്യതയുള്ള ഏജ്ഡ് റോൾസ് ആണ്. അതിൽ ഒരു അച്ഛനല്ലായിരിക്കണം അടുത്ത അച്ഛൻ, ആ അച്ഛനിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കണം വേറൊരു അച്ഛൻ, ആ അച്ഛൻ. അപ്പോൾ അങ്ങനെ അച്ഛൻ എന്നുള്ളൊരു ക്യാരക്ടർ വരുമ്പോൾ പ്രീവിയസ് പടത്തിൽ അച്ഛൻ ആകാൻ പാടില്ല എന്നെനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ ഇതിൽ റോൾ തന്നെ കിട്ടിയിരിക്കുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അല്പം ഡിഫറൻസോട് കൂടി തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും മാറി മാറി ഇനി വരാനിരിക്കുന്ന വലുതും ചെറുതുമായിട്ടുള്ള വേഷങ്ങളെല്ലാം തന്നെ ഞാൻ തകർത്തിരിക്കുന്നു എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഭാഗ്യവശാൽ ഈശ്വരാനുഗ്രഹത്താൽ എനിക്ക് കിട്ടിയിരിക്കുന്ന എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള റോൾസ്. അപ്പോൾ അത് ഒന്നുമായിട്ട് സാമ്യമില്ല. അപ്പോൾ അത് ഞാൻ ചാടിപ്പിടിക്കും. ചെറിയ റോളാണെങ്കിൽ പോലും ചാടിപ്പിടിക്കും. നമുക്ക് ആക്ച്വലി സർപ്രൈസ് ആണ്. കാര്യം ചേട്ടൻ ഇപ്പൊ ഓരോ പടത്തിലും ചെയ്യുന്നത് എന്ത് ഡിഫറൻസ്, നമ്മളിപ്പോ അത് ഇത് ഈ പടത്തിൽ എന്താണ് ചേട്ടൻ ഡിഫറെന്റ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ചേട്ടാ ഈ ഇടയ്ക്കുണ്ടല്ലോ കുറേ നാള് ഈ കോമഡി എന്ന് വെച്ചാൽ സ്വയം ട്രോള് വാങ്ങുന്ന ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള റോൾസിൽ മാത്രം കുറച്ച് നാൾ ഇങ്ങനെ നിന്നല്ലോ. എപ്പോഴെങ്കിലും ഒക്കെ സാച്ചുറേറ്റഡ് ഫീലിംഗ് വന്നിട്ടില്ല ഇത് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ അല്ല, ആഗ്രഹിച്ചിരുന്നു. കാരണം വെച്ചാൽ ഞാൻ നാടകത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് റോൾസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് എനിക്ക് ആഗ്രഹമുള്ള വേഷങ്ങൾ എന്നെ തേടി എത്തിയില്ല എന്നുള്ളത് എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞു. എനിക്ക് എൻ്റെ പ്രായത്തിലുള്ള ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ അച്ഛനായിട്ട് നേരത്തെ തന്നെ ട്രാൻസ്ഫോർമേഷൻ കിട്ടി. മുകേഷ് ആയിക്കോട്ടെ, സിദ്ദീഖ് ആയിക്കോട്ടെ, സായികുമാർ ആയിക്കോട്ടെ, എല്ലാവരും അച്ഛൻ വേഷത്തിൽ പോകുമ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, സംവിധായകർ പറഞ്ഞതെന്ന് വെച്ചാൽ ജഗദീഷിനെ കണ്ടിട്ട് അച്ഛനാണെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതൊരു കോംപ്ലിമെൻ്റ് ആയിട്ടല്ല ഞാൻ എടുത്തത്, അതൊരു മൈനസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് വലിയ ഭാരമായല്ലോ, എന്നെ അച്ഛനായിട്ട് കൺവിൻസിങ് ആവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൽ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നസെൻ്റേട്ടൻ പറഞ്ഞ എടാ എന്ന് വേണം അച്ഛൻ കളിക്കാൻ, നീ തൽക്കാലം ഈ കിട്ടുന്നെല്ലാം കളിക്കുക. അപ്പം ചെറുപ്പാവാനാണ് പാട്, നിനക്ക് ഈ വേഷം കിട്ടുന്നില്ല അതങ്ങോട്ട് കളിക്കടാ എന്ന് പറഞ്ഞു. ഇന്നസെൻ്റേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. ഒരു രീതിയിൽ പറഞ്ഞാണ്, ഒരു രീതിയിൽ ഏജ്ഡായി കഴിഞ്ഞാൽ പിന്നെ ഈ ചെറുപ്പത്തിലോട്ട് പോകാൻ പറ്റില്ല. ഇന്ന് എനിക്കൊരു കോളേജ് സ്റ്റുഡന്റ് ആവാൻ പറ്റുമോ? പ്രേക്ഷകരെന്നെ കൈകാര്യം ചെയ്യും. അപ്പൊ അതുകൊണ്ട് കോളേജ് സ്റ്റുഡന്റിനെയൊക്കെ ഗുഡ് ബൈ, അത് വിട്ട് കഴിഞ്ഞു. അന്ന് പരമാവധി ചെയ്യാവുന്ന ഹിറ്റ്ലറിലെ സുന്ദരിമാരെ കെട്ടിപ്പൂട്ടിയ ഭൂതത്താനെ കോളേജ് സ്റ്റുഡന്റ് ആയിട്ടല്ലേ ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ വീണതാ ഹിറ്റ്ലറിൽ, ശരിക്കും സൈക്കിളിൽ ബാലൻസ് ചെയ്ത് വീണതാ. അതെ, മായൻകുട്ടി. നീക്ക് എന്തിനാ പഠിക്കണ? ഇന്ന് നമ്മള് കോളേജിലൊക്കെ പിള്ളേർ അങ്ങോട്ടും കൂടെ പറയും എന്തിനാ പഠിക്കുന്നത്. ഹിറ്റ്ലറിൽ മറ്റേ ആ ബൊമ്മ തിരിച്ചു വെച്ചിട്ട് ആ സമയത്ത് ഇവര് ചെയ്തു വെച്ച ഹ്യൂമർ ഒക്കെ ഇപ്പോഴും ഭയങ്കര റെലവെന്റ് ആണ്. മാത്യു, ഇപ്പോ താങ്കളുടെ കൂടെ കുറെ ആൾക്കാർ, അതായത് ഇപ്പോ നമ്മുടെ മമിത ആയിക്കോട്ടെ, ഇപ്പൊ കുറെ ആൾക്കാരുണ്ടല്ലോ, നെസ്ലിൻ ആയിക്കോട്ടെ, താങ്കളുടെ ഒരു കൂടെ കയറിയ എന്ന് നമുക്ക് പറയാം. ഈ ഒരു കഴിഞ്ഞൊരു 7-8 വർഷമായിട്ട് നിങ്ങൾ ഒരുമിച്ച് വന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും സത്യം പറഞ്ഞാൽ പല രീതിയിലും പല സ്ഥലങ്ങളിലും നിങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക്നെസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോ മാത്യുവിനെ പോലെയല്ല നെസ്ലിനെ പോലെയല്ല മെറ്റൽ, നമ്മൾ സന്ദീപ് ആണെങ്കിലും ഒക്കെ. അപ്പോ ഇത് ഈ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, ഒരുമിച്ചുള്ള ഒരു ഗ്രോത്ത്, നിങ്ങൾ തമ്മിൽ ഇത് എങ്ങനെയാ ചെറിഷ് ചെയ്യുന്നത്? അല്ല, ഭയങ്കര ഹാപ്പിയാണ്. ഓരോരുത്തർക്കും ഓരോരോ സ്ഥലത്താണ് ഓപ്പർച്യൂണിറ്റീസ് തന്നെ. പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത് ഗിരീഷേട്ടന്റെ അടുത്താണ്. ഗിരീഷേട്ടനാണ് ഈ പറഞ്ഞ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ടാക്കുകയും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ജനറലി ഇവിടെ
ഇങ്ങനത്തെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കഥകളൊക്കെ വരുന്നത് കുറവായിരുന്നു. അല്ലെങ്കിൽ ആ ഏജുള്ള ക്യാരക്ടേഴ്സ് ചെയ്തത് ചിലപ്പോൾ കുറച്ചും കൂടെ സീനിയർ ആയിട്ടുള്ള ആ ഏജിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആക്ടേഴ്സ് ആയിരുന്നു. അപ്പൊ അതിനൊക്കെ ഒരു സ്പേസ് ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു ഗിരീഷേട്ടന്റെ സിനിമകളുമാണ്. അപ്പൊ സത്യമല്ലേ, ഞാൻ ഇപ്പോഴാണോ ആ ഒരു പോയിന്റിൽ ആലോചിക്കുന്നത് ശരിക്കും. കാരണം നമ്മൾ കുറച്ച് നാള് ഒരു 10 years ഒക്കെ ബാക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു 30 വയസ്സുള്ള ആള് തന്നെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കും കുറെ നാള്. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ ശരിക്കും റിലേറ്റബിൾ ആയിട്ടുള്ള നമ്മൾ എന്നും കാണുന്ന പോലത്തെ നമ്മുടെ ഒരു കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ എന്നുള്ള ഒരു ലുക്കിലുള്ള ആൾക്കാരെ നമ്മൾ ആ ഒരു റോൾസിൽ കാണുന്നത്. അത് ഗിരീഷേട്ടനോടാണ് നന്ദി പറയാനുള്ള. എല്ലാവരുടെയും ഗ്രൂപ്പിന്റെ പിറകിൽ ഏറ്റവും വലിയ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഗിരീഷേട്ടൻ തന്നെയാണ്. സൂപ്പർ. നമ്മുടെ തമിഴിലുള്ള പോയ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്ന് വിജയ് സാറിന്റെ ഒപ്പം പിന്നെ ധനുഷ് സാറിന്റെ ഒപ്പം ആയിരുന്നു വർക്ക് ചെയ്തത്. അപ്പൊ നല്ലൊരു എന്താ പറയാ നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. രണ്ടും 2 സിനിമകളും ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് എക്സ്പീരിയൻസുകളായിരുന്നു. പക്ഷെ എപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഈ ലാംഗ്വേജ് ഓക്കെ ആയിരുന്നോ തമിഴില്? ഇല്ല കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു നമ്മള് തമിഴ് സിനിമകളൊക്കെ കാണുന്നുള്ളത് കൊണ്ടും മനസ്സിലാവാനും വലിയ ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് ഒന്ന് വായിച്ച് 2-3 വട്ടം പറഞ്ഞൊക്കെ നോക്കുമ്പോൾ നമുക്ക് വാക്കുകൾ കിട്ടും. അതിന്റെ സ്ലാങ് ക്രാക്ക് എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ മലയാളവും എസ്പെഷ്യലി ഞാൻ എറണാകുളത്ത് നിന്നൊക്കെ വരുന്നതുകൊണ്ടും അങ്ങനത്തെ ഒരു ടോൺ, മലയാളത്തിന്റെ ഒരു ടോൺ കിടക്കും. അപ്പം അത് ഡബ് ചെയ്തേക്കുവാണ് ആൾക്കാർ, ഡിഫറെന്റ് ആൾക്കാർ ചെയ്തേക്കുവാണ്. പക്ഷെ അങ്ങനെ ഒരു വേർഡ് കിട്ടാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് വളരെ കുറവാണ്. ഓക്കെ, സൂപ്പർ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഈ നമ്മള് എല്ലാരും ഇരിക്കുന്നതിൽ ഏറ്റവും ഫ്രീക്ക് ആയിട്ടിരിക്കുന്നത് അല്ലേ? അതുകൊണ്ടും കൂടെ ആയിരിക്കാം ചിലപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ ഞാനും. അല്ല, അതും കൂടെ കൊണ്ടായിരിക്കാം ചിലപ്പോ അച്ഛൻ റോള് കിട്ടാൻ ഇത്രയും വൈകിയത്. ഞാൻ പറഞ്ഞില്ലേ ജഗദീഷ് ചേട്ടൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ഒരു സെന്ററിന്റെ ഉദ്ഘാടനത്തിന് ചേട്ടൻ വരുമ്പോ ചേട്ടൻ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നു. അതെനിക്കൊന്നൊരു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു 15 വർഷം ആയി, ഒരു എന്തായാലും 13-14 വർഷമായി. അപ്പോ അന്നും ഇന്നും ചേട്ടന് വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ട്രിവാൻഡ്രംകാരനും കൂടെ ആയിട്ട് പല സ്ഥലത്തും ഞാൻ ചേട്ടൻ വെച്ച് ഇതുപോലുള്ള ഫംഗ്ഷൻസിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. എനിക്ക് സിനിമയിൽ വരുമ്പോ അച്ഛൻ റോള് ചെയ്യാൻ വേണ്ടിട്ട് ചേട്ടൻ കുറച്ച് മേക്കപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ദേവിക, ഇപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും ഡയറക്ടർ പറഞ്ഞു ഈ സുഖമാണോ എന്ന് ചോദിക്കാൻ ഒരാള് ഉണ്ടാവുക എന്നുള്ളത്. അത് ഈ പറഞ്ഞ 3 ക്യാരക്ടേഴ്സിന് ഈ പടത്തില് അങ്ങനെ ഇല്ലാത്ത 3 പേരാണെന്നുള്ളത്. ഞാനൊരു റിയൽ ലൈഫ് സിനാരിയോ ചോദിക്കട്ടെ. ഇത് ഞാൻ എല്ലാവരോടും ചെയ്യും, നമുക്ക് ദേവിക സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ അതുപോലെ ഒരു ഗോ ടു പേഴ്സണിനെ പെട്ടെന്ന് എടുത്ത് പറയാൻ പറഞ്ഞാൽ അതായിരിക്കും. അതായത് സുഖാണോ, എടാ എന്തെന്റെ വിശേഷം എന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരാള്. ഐ വുഡ് സേ മാത്യു ഓൺലി. എനിക്ക് അങ്ങനെ ഒരുപാട് ഡീപ്പ് ഫ്രണ്ട്ഷിപ്സ് അങ്ങനെ ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങനെ ഒരുപാട് പേരില്ല. പക്ഷെ ഉള്ള ഫ്രണ്ട്ഷിപ്സ് ഐ ഫീൽ ലൈക്ക് നല്ല കണക്റ്റഡ് ആണ്. ആൻഡ് ഞാനിങ്ങനെ എപ്പോഴും മെസ്സേജ് അയക്കുക, എപ്പോഴും മിണ്ടുക, അങ്ങനത്തെ ഒരാളല്ല. ജെന്യുവൻ എൻ്റെ അല്ലാത്ത ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും എപ്പോഴും എല്ലാ ദിവസവും എന്തുണ്ട് അങ്ങനെ ചോദിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പം ഇടയ്ക്ക് മിണ്ടുമ്പോൾ പക്ഷെ നമ്മൾ നല്ലോണമായിരിക്കും മിണ്ടുക. അപ്പം ഒരു ചേഞ്ചോ മുന്നത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് അങ്ങനെയൊന്നും തോന്നൂല. മാത്യു ഐ തിങ്ക് ഇസ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട് ഫ്രോം ദി ഇൻഡസ്ട്രി. മാത്യു പിന്നെ സനൂപിൻ്റെ അടുത്തും അത്യാവശ്യം ക്ലോസ് ആണ്. ബിക്കോസ് കത്തനാർ നമ്മൾ ചെയ്തപ്പം ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ ഇൻഡസ്ട്രിന്ന് അത്രേ ഉള്ളൂ. ജഗദീഷ് ചേട്ടാ അങ്ങനെ ഒരു ഗോ ടു ഫ്രണ്ട് ഫ്രം ദി ഇൻഡസ്ട്രി? അല്ല, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഞാൻ യഥാർത്ഥത്തിൽ ഈ സിനിമയിൽ എത്രയോ കാലമായിട്ട് ഞാൻ അതാത് പ്രോജക്റ്റിൻ്റെ ആ ഒരു ഫ്രണ്ടാണ്. ഇപ്പം നമ്മൾ സുഖമാണ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും മാത്യു ഞാനും ഭയങ്കര അടുപ്പത്തിലാണ്. അത് കണ്ടാൽ എല്ലാവരും വയ്ക്കും മാത്യു ജഗദീഷ് ഭയങ്കര. പിന്നെ അതിനുശേഷം നമ്മള് ഇവിടെ വരുമ്പോ നമ്മൾ വീണ്ടും ഫ്രണ്ട്സ് ആയി. ഇനി അടുത്ത പടത്തിൽ അങ്ങനെയാണ്. അതല്ലാതെ അതിനുശേഷം മെയിൻറ്റെയിൻ ചെയ്യുക. വീണ്ടും അതിന് ശേഷം പോയി എനിക്ക് ആ സെറ്റിൽ നിന്ന് പോയതിനു ശേഷം എനിക്ക് ഉറക്കം വരുന്നില്ല മാത്യു സുഖമാണോ എന്ന് ചോദിക്കാറൊന്നും ഇല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. പക്ഷെ നല്ല ഓർമ്മകളാണുള്ളത്. സുഖമാണോ ലൊക്കേഷനിൽ നമ്മൾ ആലോചിക്കുമ്പോൾ, നമ്മൾ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുമ്പോൾ എല്ലാം നല്ല ഓർമ്മകളാണ്. അതിനകത്തൊരു ബിറ്റർ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. അടുത്ത പ്രോജക്റ്റ് ചെല്ലുമ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ ഇപ്പം മമ്മൂക്കയായിട്ട് പോകാൻ നേരത്ത് മമ്മൂക്ക ഇടയ്ക്ക് പിന്നെ ഷോട്ടിൻ്റെ ഇടയ്ക്ക് എല്ലാം വിളിക്കും, വാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് പറഞ്ഞ്. അപ്പം റോഷാക്കിൻ്റെ സമയത്ത് മമ്മൂക്ക എപ്പോൾ
എന്താ പറയുക ഷോട്ടിൻ്റെ ഇടയിൽ ബ്രേക്ക് കിട്ടും, അല്ലെങ്കിൽ മമ്മൂക്ക വിളിക്കും. അതേപോലെ തന്നെ നേരിൻ്റെ സമയത്ത് ലാൽ വിളിക്കും. അപ്പൊ അങ്ങനെ അതാത് പ്രോജക്റ്റ് സമയത്തുള്ള ആ ഫ്രണ്ട്ഷിപ്പാണ് ഇങ്ങനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതല്ലാതെ വീണ്ടും അവരെ വിളിച്ച് ഞാൻ ശല്യം ചെയ്യാറില്ല. സുഖമാണോ ഞാൻ ചോദിക്കാം. കാരണം അവരൊക്കെ 100% ബിസിയാണ്. അവരെ വിളിച്ച് എന്ന് സുഖമാണോ, ലാൽ പറയും ആ സുഖമാണ്, അല്ലെങ്കിൽ മമ്മൂക്ക പറയും ആ സുഖമാണ്, എന്താ വേറെ കാര്യമുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യം നമുക്കില്ല. നമുക്ക് അവരെ കാണുമ്പോൾ അതാണ് നല്ലത്. അത് കാണുമ്പോൾ ഉള്ള ഒരു സ്നേഹപ്രകടനം മാത്രമല്ല, മനസ്സിലുണ്ട്. ബാക്കി ചിലര് ഒരു കാര്യമില്ല, അത് ഗുഡ് മോർണിംഗ് അയച്ചുകൊണ്ടിരിക്കില്ലേ വാട്സാപ്പിൽ, ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മെസ്സേജ് സംഭവമില്ല എന്ന് പറയുന്ന പോലെ സുഖമാണല്ലേ. നമ്മള് ഓർക്കണം, ആ എക്സ്പീരിയൻസ് ഓർക്കണം. അപ്പൊ എനിക്ക് ഐ എം ഷുവർ ഇവർക്ക് എല്ലാവർക്കും തന്നെ സുഖമാണ് സിനിമയുടെ ലൊക്കേഷനിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത ആ നിമിഷങ്ങളെ കുറിച്ച് നല്ല ഓർമ്മകളായിരിക്കും. അതാണ് ഏറ്റവും വേണ്ടത്. അതല്ലാതെ അത് ഓർക്കുന്ന അങ്ങനെ ഒരു പടത്തിൽ ആയതുകൊണ്ട് തന്നെ അതവിടെ രജിസ്റ്റർ ചെയ്ത് കിടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഈ പ്രൊമോഷനുമായിട്ട് വരുമ്പോൾ വീണ്ടും നമ്മൾ സന്തോഷത്തോടുകൂടി എല്ലാവരും വരുന്നത്. മറ്റാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഞാൻ അവിടെ ഇല്ല അപ്പൊ നമ്മൾ അത് ഷെയർ ചെയ്യാൻ വരുന്നത്, അത് വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാനുള്ള അവസരം ഉണ്ടായി. നമ്മൾ അതിനെക്കുറിച്ച് സുഖമാണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. പിന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രോജക്റ്റാണ്, അതിന്റെ സന്തോഷം. ആ സന്തോഷമാണ്. അങ്ങനെയാണ് ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സിനിമകളാണ് എന്റെ ഫ്രണ്ട്സ്. അതെ, സിനിമകളാണ്, സിനിമാ സെറ്റുകളും അവിടെ ഉണ്ടാകുന്നവരും ഒക്കെ. അതിൽ പ്രൊഡക്ഷൻ ബോയ്സുമായിട്ട് നല്ല റാപ്പോർട്ടുണ്ട്. ഒരു സിനിമയിൽ അടുത്ത ഞാൻ വർക്ക് ചെയ്ത സിനിമയുടെ പേര് പറയുന്നില്ല, അത് അവിടെ നിൽക്കട്ടെ. ആ സിനിമയിൽ ചില സീനുകളും ഷോട്ടുകളും കഴിയുമ്പോൾ പ്രൊഡക്ഷൻ ബോയ്സ് വന്ന് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിനകത്ത് ചില സീനുകളൊക്കെ കാണുമ്പോൾ തൊട്ട് മുമ്പ് വർക്ക് ചെയ്ത സിനിമ അതവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പിന്നീട് വരും. അത് വരട്ടെ. അത് സാഹസികത ഒക്കെ ഉള്ള ഒരു സിനിമയാണ്, അത് മാത്രം പറയാം. ഓഫ് ചെയ്തൊന്ന് പറയും. അപ്പൊ വരാനിരിക്കുന്നത് ചെറിയ കളികളല്ല, നല്ല കളികളുണ്ട്. സൂപ്പർ. മാത്യുവിനാണെങ്കിലോ ഇപ്പൊ എസ്പെഷ്യലി ഇപ്പൊ ഒരു മാത്യു ഇപ്പോ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇൻഡസ്ട്രിയില്. അപ്പോ എന്താ പറയാ, പലരും പറഞ്ഞ് കേൾക്കുന്നുണ്ട് നമ്മൾ ഈ കോണ്ടാക്ട് കീപ്പ് ഇൻ ടച്ചിൽ ഇരിക്കുക എന്നുള്ളത് പുതിയതായിട്ട് വരുന്ന ഒരാളെ പറ്റി അത് സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്. അതായത് എല്ലാവരും ഒന്ന് ഓർമ്മിപ്പിക്കണമല്ലോ, ചേട്ടാ ഞാനിവിടെ ഉണ്ട് എന്നുള്ളത് സ്റ്റാർട്ടിങ്ങില്. ഇപ്പൊ അത് മാത്യുവിന് ആവശ്യം വരില്ല, പക്ഷെ സ്റ്റിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ. അപ്പോ ഈ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നത് അവിടെ റിലവന്റ് അല്ലേ? അല്ല, ഞാനങ്ങനെ ജയസേട്ടൻ പറഞ്ഞാൽ പൊതുവെ നമ്മള് ഒരു സിനിമയിൽ നമ്മളെല്ലാവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് എല്ലാരെയും വിളിക്കണമെന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ പലരും പല തിരക്കുകളിലാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് വിളിച്ച് എന്ന് ചോദിക്കുന്നതിൽ ഇതില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇപ്പൊ എന്താ പറയാ, ഫ്രീക്വന്റ്ലി കൊളാബറേറ്റ് ചെയ്തവരൊക്കെ ആയിട്ട് ഇപ്പോഴും അല്ലെങ്കിൽ പറ്റുന്നത്രയും നമ്മളെല്ലാവരുമായിട്ടും കോണ്ടാക്ട് വെക്കാൻ നോക്കാറുണ്ട്. അത് ഞാനിവിടെ ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്താനല്ല, നമ്മൾ ജസ്റ്റ് ഒരു അവരെ ഓർക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഷൂട്ടിന്റെ ഒരു എക്സ്പീരിയൻസ് ആലോചിക്കുമ്പോഴൊക്കെ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. ഈ റിലേഷൻഷിപ്പിലും വേണ്ടത് കോമൺ സെൻസ് ആണ്. ഉദാഹരണത്തിന് ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, മാത്യുവിൻ്റെ അടുത്ത് ഒരു കഥ പറയാനുള്ള അവസരം ഉണ്ടാക്കണം. അത് ഞാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ മാത്യുവിനെ വിളിച്ചില്ല. കാരണം മാത്യുവിന്റെ സ്വാതന്ത്ര്യമാണ് ആ കഥ തീരുമാനിക്കേണ്ടത്. ഞാൻ വിളിച്ചു പറഞ്ഞു, മാത്യു അത് നല്ല കഥയാണ് എന്ന് ഞാൻ സ്വാധീനിക്കാൻ പാടില്ല. ഞാൻ ഈ കഥ പറയണമെന്ന് പറഞ്ഞ ആളോട് പറഞ്ഞു, ഞാൻ അതിനുള്ള വേദി ഒരുക്കി തരാം, പക്ഷേ അത് നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഞാൻ പറയില്ല. അത് മാത്യുവിന്റെ സ്വാതന്ത്ര്യമാണ്, മാത്യു ആണ് അതിന്റെ ഹീറോ. അപ്പൊ അത് മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു. മാത്യുവിനെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടില്ല. നേരെ മറിച്ച് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ മാത്യുവിന് എന്തായിരിക്കും പറയേണ്ടി വരുന്നത് എനിക്കറിയാം. ചേട്ടാ അത് പിന്നെ അത് കുഴപ്പമില്ല, പക്ഷെ നല്ലതാണ്, പക്ഷെ അത് കുഴപ്പമില്ല, പക്ഷെ നല്ലതാണ്, പക്ഷെ പിന്നെന്താ പക്ഷെ അത് ചേട്ടാ ഇവിടെ ഉണ്ട്. ഈ അവസരം ഇഷ്ടപ്പെട്ടില്ല എന്ന് എന്റെ അടുത്ത് വിളിച്ച് പറയാനുള്ള ഒരു അവസരം ഞാൻ ഒരുക്കാൻ പാടില്ല. അതാണ് പരസ്പരം മനസ്സിലാക്കി ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതാണ് വേണ്ടത്, അത്ര. ഇപ്പോ താങ്കള് റൈറ്റ് ചെയ്ത് വരുമ്പോ മനസ്സിലൊരു പടം ഉണ്ടല്ലോ, അതായത് ഇതാണ് എന്റെ സിനിമ എന്നുള്ളത് നമ്മൾ എഴുതുമ്പോൾ ഒരു നമ്മുടെ മനസ്സിലൊരു വിഷൻ ഉണ്ട്, നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഇവിടെയാണ് കൊണ്ട് എത്തിക്കേണ്ടതെന്നുള്ളത്. ഫൈനൽ ഔട്ട് ഓഫ് കോഴ്സ് കണ്ടിട്ടുണ്ടാവില്ലേ? ആയിട്ടുണ്ടോ? ആക്ച്വലി സെൻസറും കൂടെ ഉള്ളൂ.
സെൻസറിങ് കൂടെ ഉള്ളു. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് കാണുവാണ്. ഓക്കെ, താങ്കൾ അത് കാണുവാണ്. സോ ഹൗ ഡു യു ഫീൽ നൗ? ഇപ്പൊ എന്താ തോന്നുന്നത് അത് കാണുമ്പോൾ? ഇത് ആക്ച്വലി എന്താ പറയാ, നമ്മൾ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ഇത് ഒരുപാട് എഡ് സെഷനിലിരിക്കണം, ഈ പറഞ്ഞ പോലെ പോയി മിക്സിലിരിക്കണം. ഒരു ഡയറക്ടർ എനിക്കൊന്ന് എത്ര വട്ടം കണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, 100 മേളിൽ കണ്ട് നമ്മളങ്ങ് നമ്പായി പോകുന്നൊരു സ്റ്റേജ് വരും. പിന്നെ ആരെങ്കിലൊക്കെ പറയുന്ന ഒപ്പീനിയൻസ് നമുക്ക് എടുക്കാന്നല്ലാതെ, പിന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നതാണ്, നമ്മൾ എന്തൊക്കെ സ്റ്റുഡിയോസിൽ നിന്ന് കേട്ടാലും ആരൊക്കെ നല്ല പറഞ്ഞാലും തിയേറ്ററിന്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു ഒപ്പീനിയൻ ഉണ്ട്, ഒരു മോബ് സൈക്കോളജി ഉണ്ട്. അതൊരു ദൈവാനുഗ്രഹമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വലിയ കൈയടി വരും. 100% നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും ഒന്നും പറയാൻ പറ്റില്ല. സിനിമ ഒരു ഓഡിയൻസിന്റെ ഒരു അതെ. ഓക്കെ, അപ്പൊ എന്തായാലും Feb 13 റിലീസാണ്, നമുക്ക് കാണാം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ചേട്ടനോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചു നിർത്താം. അതായത് ഇപ്പോ ചേട്ടന് എനിക്കൊന്ന് 30 വർഷത്തിന് മേളിലായില്ലേ ചേട്ടാ, അല്ലെ? 40 years. 40 years. ഓ, 40 years ആയി. അപ്പോൾ ചേട്ടൻ ഒത്തിരി ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കറന്റ്ലി നമ്മൾ സൂപ്പർ സ്റ്റാർസ്, മെഗാ സ്റ്റാർസ് എന്ന് പറയുന്ന ലാലേട്ടൻ, മമ്മൂക്ക പോലെയുള്ള ആൾക്കാരോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കറന്റ്ലി നമ്മുടെ ജനറേഷനും ചേട്ടൻ ഭയങ്കര ആവശ്യമുള്ള ചേട്ടനെ നമുക്ക് വലിയ ആവശ്യമുള്ള ഒരു സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും തരത്തിലുള്ള ജനറേഷൻസിലുള്ള ആക്ടേഴ്സിനെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, is there any major difference you see, like ഇന്ന ചേഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ആക്ടിങ്ങിൽ വരുന്നുണ്ട് എന്നുള്ളത്? അല്ല, ഇതിൽ ഏത് ആക്ടർ എടുത്താലും അവര് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കമ്മിറ്റ്മെന്റും ഡെഡിക്കേഷനും ഉണ്ടാവും. ഭാഗ്യം കൊണ്ട് ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എല്ലാവരും ഈ യങ്സ്റ്റേഴ്സിനെ എടുത്തോളൂ, ആർക്കൊക്കെ സക്സസ് കിട്ടിയിട്ടുണ്ടോ അവരുടെ സിൻസിയറിറ്റി ഉണ്ട്, അവരുടെ ഡെഡിക്കേഷൻ ഉണ്ട്, അവരുടെ കമ്മിറ്റ്മെന്റ് ഉണ്ട്, അതെല്ലാം ഉണ്ട്. അതിപ്പോ ഒരാളെന്നുള്ളതല്ല. ഇപ്പൊ മാത്യുവിന് ഈ ലെവലിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്യുവിൻ്റെതായിട്ടുള്ള ഹാർഡ് വർക്ക് ഉണ്ട്, മാത്യുവിൻ്റെതായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളുണ്ട്. ചിലത് വേണ്ടാന്ന് തീരുമാനിച്ചതായിരിക്കും ബുദ്ധി. അപ്പൊ അങ്ങനെയുള്ള കാര്യം, പിന്നെ മാന്യമായിട്ട് പെരുമാറുക, സീനിയേഴ്സിനെ ജെന്യുവിനായിട്ട് തന്നെ സ്നേഹിക്കുക, അവർക്ക് റെസ്പെക്ട് ഇല്ലെങ്കിൽ ഒരു സ്നേഹം, ഐദർ റെസ്പെക്ട് ഓർ സ്നേഹം, ഇത് ഏതെങ്കിലും കൊടുത്ത് സീനിയേഴ്സിനെ കൂടെ നിർത്തുക. അതൊക്കെ ഒരു നമ്മൾ വളർന്നു വരുന്ന കുടുംബാന്തരീക്ഷം അവരെ ആ രീതിയിൽ പെരുമാറ്റത്തിനെ സഹായിക്കും. നമ്മൾ വീട്ടിൽ ഒരു നല്ല അന്തരീക്ഷത്തിൽ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റെസ്പെക്ട് ഇല്ലാതെ വേറൊരാളോട് പെരുമാറാൻ നമുക്ക് കഴിയും. അപ്പൊ ആ രീതിയിൽ ഇവരെല്ലാം വളരെ പ്രോമിസിങ് ആണ്. പിന്നെ ഇവരുടെ കഴിവിനനുസരിച്ചുള്ള വേഷങ്ങളാണ് ഇവരെ തേടി എത്തുന്നത്. അല്ലാതെ ഒരു ജാക്കി ചാന്റെ വേഷമല്ല മാത്യുവിനെ തേടി എത്തുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്യു അത് കുറച്ചുകൂടെ ഞാൻ ആലോചിച്ചിട്ട് തിരിച്ച് വിളിക്കാന്ന് പറഞ്ഞില്ലേ, മാത്യുവിനെ പറ്റിയ വേഷങ്ങൾ മാത്യു തിരഞ്ഞെടുക്കും. എന്നിട്ട് ആക്ഷൻ ചെയ്യില്ലെന്നല്ല, ആക്ഷൻ ചെയ്യും. മാത്യുവിനെ പറ്റിയ ആക്ഷൻ സിനിമയിൽ മാത്യു അഭിനയിക്കും, മാത്യുവിനെ പറ്റിയ ഹ്യൂമർ മാത്യു ചെയ്യും, മാത്യുവിന് പറ്റിയ സെന്റിമെന്റ്സ് മാത്യു അതിന് തിരഞ്ഞെടുക്കും. അതൊരു കഥ മോശമാണെന്ന് പറഞ്ഞല്ല മാത്യു റിജക്ട് ചെയ്യാൻ വന്നത്. ഇതിൽ ഞാൻ എത്രത്തോളം സ്യൂട്ടബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ ചില കഥകളെങ്കിലും റിജക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലായിരുന്നാലും, പെരുമാറ്റത്തിന്റെ കാര്യത്തിലായിരുന്നാലും, പിന്നെ പ്രതിബദ്ധതയുടെ കാര്യത്തിലായിരുന്നാലും, എല്ലാം ഇന്നത്തെ ചെറുപ്പക്കാർ അവരുമായിട്ട് വർക്ക് ചെയ്യാൻ വളരെ രസമുണ്ട് എനിക്ക്. കാരണം അവരെല്ലാവരും എനിക്ക് തരുന്ന ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അവർ ജനിച്ചിട്ടില്ലാത്ത സമയത്ത് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകൾ കണ്ടിട്ട് അവർ ഇന്നും സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം എനിക്കുണ്ട്. കാരണം വെച്ചാൽ അവരിപ്പോൾ പലരും ജനിച്ചു കാണില്ല. ഞാൻ അഭിനയിച്ചിട്ടുള്ള അന്നത്തെ ആ കോമഡി ചെയ്തിട്ടുള്ള സമയത്ത് ഇന്നത്തെ യങ്സ്റ്റേഴ്സ് പലരും ജനിച്ചിട്ടില്ല. അവരിന്ന് തിരഞ്ഞെടുത്ത് കണ്ടെത്തിയിട്ട് അത് കണ്ടിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക സന്തോഷം തോന്നില്ല. അപ്പോൾ നമ്മുടെ കോമഡിക്ക് ഇന്നും അതിന് റിലവൻസ് ഉണ്ടെന്നാണ് അവർ പറയുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷം തന്നെയാണ്. ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ചെയ്യേണ്ട ഒരു വിജയവും അത് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ പറഞ്ഞപ്പോ ഞങ്ങൾ വന്ന എല്ലാവർക്കും ഞങ്ങൾ ഇത്രയും ഗ്രൗണ്ടഡ് ആവാനും, അല്ലെങ്കിൽ നമ്മൾ ഇത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നതും നമുക്ക് ഇത്രയും കമ്മിറ്റ്മെന്റ് നമ്മൾ കാണിക്കുന്നതൊക്കെ ഇവരെ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് ഇവരെങ്ങനെയാ നിൽക്കുന്നത്? ഇവര് ഇപ്പൊ ജയശേട്ടൻ 40 വർഷമായി. എന്നിട്ട് ജയശേട്ടൻ ഭയങ്കര അധികം സീനിയർ ആണ്. അപ്പൊ എന്നാലും ജയശേട്ടൻ നമ്മളെ അങ്ങനെയൊന്നും അല്ല കാണുന്നത്. ജയശേട്ടന്റെ കൂടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം എന്നുള്ള രീതിയിലാണ് നമുക്ക് ആ സ്പേസ് തരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം കണ്ടിട്ടാണ് നമ്മൾ ഇതേപോലെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ നമ്മളും ഗ്രൗണ്ടഡ് ആയിരിക്കണം, നമ്മൾ ഇവരെ പോലെ തന്നെ ഇപ്പോഴും ജയശേട്ടന്റെ രാവിലെ എണീറ്റ് എല്ലാം ചെയ്തിട്ടാണ് പണ്ട് ഫോളോ ചെയ്യുന്ന ആ ഡിസിപ്ലിൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എത്താൻ. അപ്പൊ നമ്മളും അവരെ പോലെ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഇവരാണ് ശരിക്കും നമുക്കൊരു ഇൻസ്പിറേഷൻ. അല്ല, ഇത് ഒന്നും വേണ്ട, ഒരു ക്യാരവന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിരുന്നു ഞാനും മാത്യു. ഇങ്ങനെ ഇപ്പുറത്ത് ഒരാളുണ്ടെന്ന് മാത്യുവിന് ഒരു ശല്യം ഉണ്ടായിട്ടില്ല, മാത്യു അപ്പുറത്തുണ്ടെന്നൊരു ശല്യം എനിക്കും ഉണ്ടായിട്ടില്ല. ഒരു അനാവശ്യമുള്ള അടിച്ചുപൊളിയും ബഹളവും പാട്ടും ഏതെങ്കിലുമൊക്കെ ഇപ്പുറത്തിരുന്ന് ഞാൻ പാട്ട് പാടുകയാണെങ്കിൽ മാത്യു കേൾക്കാത്ത രീതിയിലേ പാടും.
ഞാൻ പാട്ട് പാടും, മാത്യു കേൾക്കാത്ത രീതിയിൽ. ഓ തുടങ്ങി എന്ന് മാത്യുവിനെ കൊണ്ട് പറയിക്കാത്ത രീതിയിൽ ഞാൻ പതുക്കെ പാടും. അത് അപ്പുറത്തോട്ട് പോയിട്ടില്ല. അത് ഞാൻ നോക്കും. ഇപ്പുറത്തിരുന്ന് പാടി. ഇനി മാത്യുവിന് ശല്യം ഉണ്ടാക്കണം. മാത്യു ഉറങ്ങായിരിക്കും. ഞാൻ അപ്പുറത്ത് വരുന്നത്. അപ്പൊ അതാണ് നമ്മൾ അങ്ങനെ പരസ്പരം മനസ്സിലാക്കിയാണ് നമ്മൾ പെരുമാറിയിട്ടുള്ളത്. അതാണ് വേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൂപ്പർ, അടിപൊളി. അപ്പൊ എന്തായാലും ഇറ്റ് വാസ് സോ നൈസ് ടോക്കിംഗ് ടു യു. ഒരു വളരെ നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. ആൻഡ് നല്ല കുറച്ച് ആക്ടേഴ്സ് ആണ് ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് അതിനകത്ത് ഡൗട്ട് ഇല്ല. ആൻഡ് നല്ല കുറച്ച് മനുഷ്യന്മാർ ചെയ്തൊരു പടമാണ്. സോ Feb 13 റിലീസ് ആവണം. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ താങ്ക് യു.